നമസ്കാരം. ഇന്നലെ പ്രൊമോയിൽ കാണിച്ച ആദിലയും അനുമോളും തമ്മിലുള്ള വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ആ വഴക്ക് കഴിഞ്ഞു. അതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇതാണ്, നിസ്സാര പ്രശ്നം. അനുമോളാണ് കിച്ചൺ ടീമിൽ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമോനും ആദിലയാണ്. അവർ കുറച്ച് ചായ ഉണ്ടാക്കാൻ സഹായിച്ചു, തേങ്ങ ചിരവി കൊടുത്തു. ശേഷം അവർ പതിവ് പോലെ മറ്റുള്ളവരായിട്ട് സംസാരിക്കാൻ പോയിരിക്കുകയായിരുന്നു. എന്നാൽ അനുമോൾ ഒറ്റയ്ക്ക് നിന്നിട്ട് കിച്ചണിലെ ഡ്യൂട്ടികളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അനുമോൾക്കുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കാൻ കയറി കഴിഞ്ഞാൽ എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കും. പിന്നെ വിളമ്പി കൊടുക്കുമ്പോൾ അത് അവൾക്ക് തന്നെ എല്ലാം ചെയ്യണം. ആ ഒരു നിലപാടിനോട് മറ്റുള്ളവർക്കുള്ള യോജിപ്പുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ പ്രശ്നത്തിനും കാരണം. അനുമോൾ മോശമല്ലാത്ത രീതിയിൽ പ്ലേറ്റിൽ ഫുഡ്, ചോറും പയറും ഒക്കെ ഒരുപോലെ ആവശ്യത്തിനധികം വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ സാബുമാന് കൊടുത്തത് കുറവായി പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് അത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ചോറിനേക്കാളേറെ, ഒരാൾക്ക് കൊടുക്കുന്നതിനേക്കാളേറെ അനുമോൾ വിളമ്പിയിട്ടുണ്ട്. എന്നിട്ടും ബാക്കി വന്നത് ഈക്വലായി കൊടുക്കണം എന്നതിൻ്റെ പേരിലാണ് തർക്കം. ഈ ഒരു കാര്യത്തിൽ 7 പേരിൽ നിന്നും നിവിന് നന്നായി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷാനവാസും പറയുന്നത് വളരെ കറക്റ്റായിട്ട് തന്നെയായിരുന്നു. ഈ അനുമോള് എപ്പോഴൊക്കെ കിച്ചണിൽ കയറുന്നോ അപ്പോഴൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, ഇറങ്ങി പോരുകയും ചെയ്യും. എല്ലാവരും പറയുന്നത് പോലെ 3 or 4 പ്രാവശ്യമായി ഇപ്പോൾ കിച്ചൺ ടീമിൽ നിന്നും ഇറങ്ങി മറ്റൊരു ടീമിലേക്ക് ഇടുന്നതിൻ്റെ അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം അനുമോൾക്ക് എന്തൊക്കെ ചെയ്യുമ്പോഴും അവൾ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു നിലപാടുണ്ട്. അത് എപ്പോഴും നമുക്കും അത് ബോറായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദിലയുടെ സംസാരം വളരെ മോശമായിട്ടായിരുന്നു. ഒരു ഫ്രണ്ട്സ് എന്ന നിലയിൽ നിന്നല്ല, ഒരു കണ്ടസ്റ്റൻ്റ് എന്ന നിലയിൽ സംസാരിക്കാൻ പാടില്ലാത്ത ലെവലിൽ തന്നെയാണ് ആദില ഇപ്പോൾ പ്രൊവോക്കായിട്ട് സംസാരിക്കുന്നതൊക്കെ. നീ നിൻ്റെ അണ്ണാക്കിൽ ഒഴിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള മോശം തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഈക്വലായിട്ട് വിളമ്പണം എന്ന് പറഞ്ഞു. പക്ഷേ അനുമോളുടെ പിടിവാശി കൊണ്ട് അത് ചെറിയൊരു തർക്കത്തിലേക്ക് മാറി. പിന്നെ അനുമോൾ അത് കിച്ചൺ ടീമിൽ നിന്നും ഇറങ്ങി വന്നു. നൂറ പറയുന്നുണ്ട്, ക്യാപ്റ്റനായ നൂറയെ അനുസരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സാബുമാന് പ്രോട്ടീന് കൂടുതൽ വേണ്ടതുകൊണ്ട് പയർ കൂടുതൽ ചോദിച്ചു, ആവശ്യത്തിലധികം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ പ്രശ്നങ്ങളുണ്ടായതെന്ന് അനുമോൾ പറയുന്നുണ്ട്. ആ ഒരു ഹൗസിൽ അനീഷ് മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത്. അനീഷിനോട് പറയുന്നുണ്ട്, ഉപദേശിച്ച് കൊല്ലരുതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ആരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. മികച്ചതാണെന്ന് തോന്നുന്ന ഒരു മത്സരാർത്ഥിയെ പിന്നിൽ നിന്നും കുത്തി ഒരു ഡൗൺ ആക്കുക എന്നുള്ളൊരു ഗെയിം സ്ട്രാറ്റജി ആദിലയ്ക്കും അതേപോലെ തന്നെ ഷാനവാസിനും ഉണ്ട്. മത്സരം അവസാനിക്കാതിരിക്കെ അനുമോളെ ഡൗൺ ആക്കാൻ ഇതിലും വലിയൊരു മാർഗം വേറെ ഇല്ല എന്ന് ആദിലയും ഷാനവാസും തോന്നിക്കാണും. പിന്നെ അനുമോളുടെ ഭാഗത്തും വലിയൊരു തെറ്റുണ്ട്. അനുമോൾ വിചാരിക്കുന്നതാണ് ഏറ്റവും ശരി എന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. അനുമോൾ കാണിച്ചത് പാർഷ്യാലിറ്റിയാണ്. അത് ചോദ്യം ചെയ്തതും ശരി തന്നെയാണ്, തെറ്റാണെന്ന് പറയാനൊന്നും പറ്റില്ല. പക്ഷേ അനുമോളുടെ നിലപാട് അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അത് ഷാനവാസ് വ്യക്തമായി പറയുന്നുണ്ട്. മറ്റൊരു അപ്ഡേഷനുമായിട്ട് വരാം.